സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ ഈയടുത്ത് നടന്ന ഒരു സംഭവം സമൂഹത്തെയൊക്കെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ റെയിൽവേ സ്റ്റേഷനിൽ 2 മലയാളി കന്യാസ്ത്രീമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന കുറ്റങ്ങൾ ഗുരുതരമാണ്. മതപരിവർത്തന ശ്രമവും മനുഷ്യക്കച്ചവടവും. പക്ഷേ സത്യമറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണേണ്ടതുണ്ട്. 2025 ജൂലൈ 25-ന് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 മലയാളി കന്യാസ്ത്രീമാർ, സിസ്റ്റർ പ്രീതി വീരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും കൂടാതെ സുകുമാൻ മണ്ഡാവി എന്ന യുവതിയും അറസ്റ്റിലായി. അവർക്കൊപ്പം 3 ആദിവാസി യുവതികളും ഉണ്ടായിരുന്നു. യാത്ര ഉദ്ദേശമായി പറഞ്ഞതെന്തെന്നാൽ അവരെ ആഗ്രയിലേക്ക് നഴ്സിംഗ് ജോലിക്കായി കൊണ്ടുപോകുകയായിരുന്നു എന്നാണ്. എന്നാൽ 2 കന്യാസ്ത്രീമാരെയും ഈ പെൺകുട്ടികളെ മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്ന കുറ്റം ആരോപിച്ചാണ് ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഛത്തീസ്ഗഡിലെ BJP അനുകൂല ബജ്രംഗ് ദൾ എന്ന സംഘടനയാണ് മതപരിവർത്തന ശ്രമം ചൂണ്ടിക്കാണിച്ച് പോലീസിൽ പരാതി നൽകിയത്. പക്ഷേ ബജ്രംഗ് ദൾ സംഘടനയുടെ ആരോപണങ്ങളെല്ലാം പെൺകുട്ടികളുടെ കുടുംബങ്ങൾ തള്ളുകയാണ്. അവർ പറയുന്നത്, ഞങ്ങളാണ് ഇവരെ അയച്ചത്, സിസ്റ്റർമാരെ പരിപൂർണമായ വിശ്വാസമാണ്, ജോലിക്ക് വേണ്ടി കുടുംബത്തിന്റെ സമ്മതപ്രകാരമാണ് മക്കൾ പോയത് എന്നും മതപരിവർത്തനം എന്ന ആരോപണം പൂർണ്ണമായും തള്ളുന്നതായുമാണ് കുടുംബങ്ങളുടെ പ്രതികരണം. പിന്നീട് കുട്ടികളുടെ വീട്ടുകാർ എഴുതി തയ്യാറാക്കിയ സമ്മതപത്രം പോലീസിന് കൈമാറി. അതിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു നിർബന്ധമോ തട്ടിപ്പോ നടന്നിട്ടില്ലെന്ന് വ്യക്തമായി. ഛത്തീസ്ഗഡിൽ നിലവിലിരിക്കുന്ന മതപരിവർത്തന വിരുദ്ധ നിയമമനുസരിച്ച് മതം മാറ്റാൻ ഒരാളെ പ്രലോഭിപ്പിച്ചാൽ അതൊരു കുറ്റമാണ്. പക്ഷെ ഇവിടെ ഒരു തരത്തിലും നിർബന്ധമുണ്ടായിരുന്നെന്നോ പ്രലോഭനമുണ്ടായിരുന്നെന്നോ തെളിയിക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവിടെ കേരളത്തിൽ വൻ പ്രതിഷേധമാണ് ഇതിനെതിരെ നടക്കുന്നത്. രാഹുൽ ഗാന്ധിയും UDF MPമാരും പാർലമെന്റിൽ പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സിസ്റ്റർമാർക്കെതിരെ ഉന്നയിച്ച ആരോപണം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ബജ്രംഗ് ദൾ നൽകി ഒരു തെറ്റായ പരാതിയിലാണ് സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തതെന്നും പ്രധാനമന്ത്രിയോട് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ, CBCI എല്ലാവരും ഈ അറസ്റ്റിനെ അകാരണവും മതവിദ്വേഷപരവുമാണ് എന്ന് വിശേഷിപ്പിച്ചു. ഇത് ന്യൂനപക്ഷങ്ങളുടെ മേൽ നടത്തുന്ന അക്രമമാണെന്നാണ് അവരുടെ ആരോപണം. ഇവിടെ ചോദിക്കേണ്ട പ്രധാന ചോദ്യം, ജോലിക്കായി ആദിവാസി പെൺകുട്ടികളെ സഹായിച്ചാൽ അതൊരു കുറ്റമാണോ? കുടുംബങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെന്നും രേഖകൾ നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാകുമ്പോൾ ഇനി എത്ര ദിവസം സിസ്റ്റർമാർ ജയിലിൽ കഴിയണം? എന്നാൽ ഈ വിഷയത്തിന്റെ മറ്റൊരു ചിത്രമെന്തെന്നാൽ BJPയുടെ കേരള പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്നാണ്. പക്ഷേ ദേശീയ തലത്തിൽ BJP പറയുന്നത് അതിന് വിരുദ്ധമായാണ്. ഇതുതന്നെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലെ ഭിന്നത വെളിവാക്കുന്ന നിലപാടാണ്. ഈ സംഭവങ്ങൾ ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യത്തെ, പൗരാവകാശങ്ങളെ, മറ്റുള്ളവരുടെ സേവന മനോഭാവത്തെ എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. സഹജീവികളെ സഹായിക്കാനുള്ള ശ്രമം കുറ്റമാക്കപ്പെടുന്നുവെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ തന്നെ നശിപ്പിക്കുന്ന വിഷയമാണ്. ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് ഈ വിഷയത്തെപ്പറ്റി എന്താണ് തോന്നുന്നത്? എന്തു തന്നെയായാലും കമന്റിൽ പങ്കുവയ്ക്കൂ. ഇത് മതപരിവർത്തന ശ്രമമാണോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വേട്ടയാണോ? നിങ്ങളുടെ അഭിപ്രായം വിലപ്പെട്ടതാണ്. സത്യത്തെ അറിയാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങളെ പ്രേരിപ്പിക്കാനാണ് ഈ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തംസ് അപ്പ്, ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. ഇനിയും കാണാം മറ്റൊരു വിഷയവുമായി. നന്ദി.